സ്നേഹമുള്ളവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്: ആർക്കാണ് നിത്യജീവന് അവകാശം? തീർച്ചയായിട്ടും നമ്മൾ പറയും, ഭക്തിയുള്ളവർ, ദൈവഭയത്തിൽ ജീവിക്കുന്നവർ, പ്രാർത്ഥിക്കുന്നവർ, സഭയുടെ പ്രമാണങ്ങളെ അനുസരിക്കുന്നവർ, അതൊക്കെ ജീവിതത്തിൽ പാലിക്കുന്നവർ, ഇങ്ങനെയുള്ള മനുഷ്യർ യഥാർത്ഥത്തിൽ നിത്യജീവന് അർഹരാണ്. യേശുവിനോട് സുവിശേഷത്തിൽ സംസാരിക്കുന്ന ആ മനുഷ്യനും അയാൾ ഇപ്രകാരം ഭക്തിയുള്ളവനായിരുന്നു, നിയമങ്ങൾ കാത്തുപരിപാലിച്ചവനായിരുന്നു. അതുകൊണ്ട് തന്നെ യേശുവിൽ നിന്നും അയാൾ ഉത്തരം പ്രതീക്ഷിച്ചിരുന്നു: നീയും തീർച്ചയായിട്ടും ദൈവരാജ്യത്തിന്, നിത്യജീവന് അവകാശിയാണ്. എന്നാൽ യേശുവിൻ്റെ മറുപടി അയാളെ മാത്രമല്ല, നമ്മളെയും ഒന്ന് അത്ഭുതപ്പെടുത്തുന്നുണ്ട്. കാരണം ഒരു സമരിയക്കാരനെയാണ് യേശു ഉത്തമ ഉദാഹരണമായിട്ട് ഇവരുടെ മുമ്പിലേക്ക് വയ്ക്കുന്നത്. നമുക്കറിയാം, യഹൂദർക്ക് സമരിയക്കാരെ പൊതുവെ ഇഷ്ടമല്ലായിരുന്നു. അവർ മോശമായിട്ട് ജീവിക്കുന്നവരാണ് എന്നായിരുന്നു അവരുടെ ഒരു കരുതൽ. കാരണം അവർ മറ്റ് സംസ്കാരങ്ങളെ സ്വീകരിച്ചിരുന്നു. ജെറുസലേമിലെ പോലെ തന്നെ സമരിയായാലും അവർക്കൊരു ആരാധിക്കുവാനായിട്ടുള്ള ദേവാലയമുണ്ടായിരുന്നു. അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് സമരിയാക്കാരെ പൊതുവെ ഇവർ അംഗീകരിച്ചിരുന്നില്ല. ഇങ്ങനെ ഒരു മനുഷ്യനെയാണ് യേശു നല്ലവനെന്ന് പ്രശംസിക്കുന്നത്. ഇതിന് നേർവിപരീതമായിട്ട് ഒരു പുരോഹിതനെയും ഒരു ലേവിനെയും യേശു കൊണ്ടുവരുന്നുണ്ട്. അവരും ജെറുസലേമിൽ നിന്നും ജെറീക്കോയിലേക്കുള്ള ഈ വഴിയിലാണ്. ഇന്നത്തെ ഈ സുവിശേഷ ഭാഗത്തിലൂടെ യേശു ഈ മനുഷ്യരുടെ അഹങ്കാരത്തിൻ്റെ ചില ചിന്തകളെ തകർക്കുകയാണ്. ഒന്നാമതായിട്ട് ജെറുസലേം ദേവാലയം, അതിനെപ്പറ്റിയുള്ള അവരുടെ അഹങ്കാരം. ഈ ഒരു ദേവാലയം അവിടെ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട്, അവിടെ ആരാധിക്കുന്നതുകൊണ്ട്, അതുകൊണ്ട് മാത്രം അവർക്ക് മറ്റുള്ളവരുടെ മേൽക്കോയ്മയുണ്ട് എന്ന് കരുതിയിരുന്ന ഒരു അവസ്ഥ. യേശു പറയും, ഒരു ദേവാലയമോ ഒരു സ്ഥലവുമോ അല്ല മനുഷ്യനെ നല്ലവനാക്കുന്നത്, മറിച്ച് അവൻ്റെ നല്ല പ്രവൃത്തികളാണ്. തീർച്ചയായിട്ടും വിശ്വാസവും ആത്മീയതയും അതിന് നമ്മെ സഹായിക്കണം ഈ നന്മയിലേക്ക് വളരുവാനായിട്ട്. രണ്ടാമത് യേശു നിരസിക്കുന്നത് ഇവരുടെ ശുദ്ധിയുടെയൊക്കെ നിയമങ്ങളെയാണ്. നേരത്തെ പറഞ്ഞ ഈ പുരോഹിതനും ഫരിസേയനും അവർ ജെറുസലേമിൽ നിന്നും ജെറീക്കോയിലേക്ക് പോവുകയാണ്. അതായത് അവരുടെ ദേവാലയത്തിലെ ശുശ്രൂഷ കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ശുദ്ധിയുടെ നിയമങ്ങൾ ലംഘിച്ചാലും പ്രശ്നമില്ല. എന്നിരുന്നാൽ കൂടിയും അവർ ഈ വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട ഈ മനുഷ്യനെ കണ്ടിട്ട് സഹായിക്കാതെ പോവുകയാണ്. മൂന്നാമത് നമ്മൾ കാണുന്ന ചിന്ത ഇവരുടെ മുൻവിധിയുടേതാണ്. ഈ മനുഷ്യരെ പോലെ നമ്മളും ചിന്തിക്കുന്നുണ്ട്, നമ്മൾ നല്ലവരാ, മറ്റുള്ളവർ അത്രയ്ക്ക് നല്ലവരല്ല. സ്നേഹമുള്ളവരെ, ഈ വിധമുള്ള ചിന്തകൾ വഴി യേശു പലരുടെയും ഈ അഹങ്കാരത്തിൻ്റെ ഗോപുരങ്ങൾ തകർക്കുകയാണ്. യേശു പറയും, വളരെ പെട്ടെന്ന് അല്ലെങ്കിൽ മുൻവിധിയോടുകൂടി നമ്മൾ മനുഷ്യരെ സമീപിക്കരുത്. ഈ പരിക്കേറ്റ മനുഷ്യനെ പോലെ നിരവധി പേര് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഇങ്ങനെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. ബന്ധങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ ലഭിക്കാത്ത മനുഷ്യർ, ശ്രദ്ധ കിട്ടാതെ പോയ മനുഷ്യർ, സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ ശാരീരികമായിട്ട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ, അവർക്കൊക്കെ ഇങ്ങനെ നല്ല സമരിയക്കാർ ആവശ്യമാണ്. ഇങ്ങനെ മുകളിൽ നിന്ന് വരുന്നവർ, അതായത് ദൈവാനുഭവം സ്വീകരിച്ച് ജീവിതത്തിലേക്ക് കടന്നു വരുന്നവർ, അവർ തീർച്ചയായിട്ടും അവരനുഭവിച്ച ദൈവത്തെ, നന്മയെ പകർന്നു കൊടുക്കുവാനായിട്ട് തയ്യാറാകണം. ദൈവത്തോടൊപ്പമായിരുന്ന മോശ താഴത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അയാളുടെ മുഖത്തിൻ്റെ പ്രസാദം മറ്റുള്ളവർക്ക് ശക്തിയായതുപോലെ, ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളമായതുപോലെ, അല്ലെങ്കിൽ മലമുകളിൽ രൂപാന്തരം സ്വീകരിച്ച യേശു താഴേക്ക് വന്ന് തൻ്റെ ദൈവാനുഭവത്തെ മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്നത് പോലെ, ഇങ്ങനെയൊക്കെ നമ്മൾ ദൈവാനുഭവത്തിൽ ആയിരിക്കുന്നവർ ഈ ദൈവത്തെ പകർന്ന് നൽകുവാനായിട്ട് കടപ്പെട്ടവരാണ്.
ഇങ്ങനെ വിശ്വാസം വഴി, നമ്മുടെ കൂട്ടായ്മ വഴി മറ്റുള്ളവൻ്റെ വേദനകൾക്ക് പരിഹാരമാകുവാൻ, അവന് താങ്ങാകുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമുക്കറിയാം, യേശു തന്നെയാണ് ഈ നല്ല സമരിയാക്കാരൻ. മനുഷ്യൻ്റെ ജീവിത പ്രശ്നങ്ങളിൽ അവന് സഹായിയായി, അവൻ രക്ഷകനായിട്ട് യേശു അവതരിച്ചു. ഈ നല്ല സമരിയാക്കാരനെ അനുഗമിക്കുവാനായിട്ട്, അവനെപ്പോലെ മറ്റുള്ളവർക്ക് വേണ്ടി സ്നേഹത്തോടുകൂടി, പരിഗണനയോടുകൂടി, സമർപ്പണത്തോടുകൂടി ജീവിതത്തിൽ പെരുമാറുവാൻ നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ വരുമ്പോൾ നമ്മളും ദൈവരാജ്യത്തിന് അർഹതയുള്ളവരാകും, നിത്യജീവന് അർഹതയുള്ളവരാകും. അതിന് ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.